रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः. സഹൃദയ സദസ്സിന് എൻ്റെ വിനീതമായ നമസ്കാരം. രാമായണ മാസാചരണത്തിനോടനുബന്ധിച്ച് വലിയൊരു നിര തന്നെയാണ് പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള അപ്ഡേഷൻസൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പരിചിതരായവരും ഒക്കെ തന്നെയാണ്. എൻ്റെ ഒരു മേഖല നേരത്തെ ഇവിടെ എന്നെ പറ്റി ഇവിടെ വളരെ സുദീർഘമായിട്ടുള്ളൊരു ബയോഡാറ്റ ഒക്കെ വായിക്കലുണ്ടായി. സംഗീതമാണ് മേഖല. അപ്പം ഞാൻ ഇതുവരെ എങ്ങനെയാണ് ഇവിടുത്തെ പ്രഭാഷണങ്ങൾ നടന്നിരുന്നതെന്ന് എനിക്ക് അറിയില്ല. എങ്കിലും ഞാൻ കുറച്ച് സംഗീതത്തിലൂടെയുള്ള ഒരു രാമനെ ഞാൻ അവതരിപ്പിക്കാം എന്നാണ്. എങ്ങനെയൊക്കെ കർണാടക സംഗീതത്തിലായാലും കഥകളി പോലുള്ള ഇതര കലകളിലൂടെ രാമനെ എങ്ങനെ നമുക്ക് വരച്ച് കാട്ടി തന്നിട്ടുണ്ട് വാഗ്ഗേയകാരന്മാർ, അല്ലെങ്കിൽ എങ്ങനെ വരച്ച് കാട്ടി തരുന്നു ഓരോ ആർട്ട് ഫോംസിലൂടെയും എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ഞാനൊന്നത് കൺവേ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പൊതുവെ ഒരു പ്രഭാഷകയൊന്നുമല്ല, പാടാൻ മാത്രമേ അറിയുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും എന്നതിനെ പറ്റി എനിക്കൊരു ആശങ്കയുണ്ട്. എങ്കിലും സംഗീതത്തിന് ഭാഷ ഇല്ല എന്നല്ലേ പറയാം. രാമനെ മാനസമത്തിൽ ചേർക്കയാകാത്തോ രാമ 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 എന്നു ചൊൽകയാകാതോ ഓ രാമ 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 എന്നു ചൊൽകയാകാതോ ഓ ഇതിഹാസങ്ങൾ ഒരുപക്ഷെ ആദികാവ്യം, ആദികവി വാൽമീകിയാണ് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ആദ്യമായി എഴുതി തീർക്കപ്പെട്ട മഹാകാവ്യം രാമായണമായതുകൊണ്ടാവാം ആദികാവ്യമായി രാമായണവും ആദികവിയായി വാൽമീകിയും വന്നത് എന്നായിരിക്കും. രാമായണങ്ങൾ പലതരത്തിലുണ്ട്. നമ്മൾ ഈ കാണുന്ന വാൽമീകിയുടെ മൂല രാമായണം, അധ്യാത്മരാമായണം, അതിൻ്റെ പരിഭാഷയും ഏറ്റവും സുപരിചിതമായിട്ട് നമുക്ക് വായിച്ചറിയുന്ന രാമായണം അതാണെങ്കിലും ദ്രാവിഡ സങ്കല്പത്തിലായാലും വടക്കേ ഇന്ത്യയിൽ നിലനിരുന്നതും ഇന്ത്യക്ക് പുറമേയുള്ള സ്ഥലങ്ങളിലുമൊക്കെ പലതരത്തിൽ പല രീതിയിൽ നമ്മൾ രാമായണത്തെ ചിത്രീകരിച്ച് കാണാം. അപ്പോൾ ഇതിഹാസങ്ങൾ പലപ്പോഴും എഴുതപ്പെട്ടവയുമുണ്ട്, ഓറൽ എപ്പിക്കുകൾ അല്ലെങ്കിൽ വാമൊഴിയായിട്ട് പകർന്ന് കിട്ടപ്പെടുന്ന കുറേ ഇതിഹാസങ്ങളുമുണ്ട്. അപ്പോൾ ചില ഗാനശാഖകളെ ഞാൻ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഇത്തരം ഗാനങ്ങളൊക്കെ കൈമാറി നമ്മളിൽ വന്നു ചേരുന്ന കുറേ ഈണങ്ങളും ഈരടികളും ഒക്കെയുണ്ട്. അതുപോലെ തന്നെ നൊട്ടേറ്റ് ചെയ്ത് വയ്ക്കപ്പെട്ട അല്ലെങ്കിൽ എഴുതി പകർത്തി സൂക്ഷിക്കപ്പെടുന്ന കുറേ മൂല്യവത്തായ കുറേ സംഗീത ഗ്രന്ഥങ്ങളും നമുക്കുണ്ട്. അപ്പോൾ കർണാടക സംഗീതത്തിൽ രാമൻ എന്നുള്ള സങ്കല്പം പൊതുവെ ബന്ധപ്പെടുത്തി നമ്മൾ പറയാറുള്ളത് ത്യാഗരാജസ്വാമികളുടെ കീർത്തനങ്ങളായിട്ടാണ്. കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ, മൂർത്തിത്രയങ്ങളിൽ ഏറ്റവും പ്രാധാന്യം എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, എങ്കിലും വളരെ ലളിതമായ മാധുര്യമാർന്ന കീർത്തനങ്ങളിലൂടെ നമ്മളെ രഞ്ജിപ്പിച്ച ത്യാഗരാജസ്വാമികളുടെ കീർത്തനങ്ങളാണ് ഒരുപക്ഷെ രാമനെ, പല ആംഗിളിലൂടെയുള്ള രാമനെ നമുക്ക് കാണിച്ചു തരുന്നത്. പലപ്പോഴും ഭാഷ നമുക്കൊരു പരിമിതിയായിരുന്നു. കർണാടക സംഗീതത്തിൽ
കന്നഡ ഭാഷയോ തെലുങ്ക് ഭാഷയോ ഒക്കെ നമുക്ക് ഉദ്ദേശിക്കുന്ന അർത്ഥം നമുക്ക് നമ്മളിലേക്ക് എത്തപ്പെടാതെ പോയിട്ടുണ്ടെന്ന് പലപ്പോഴും കീർത്തനങ്ങൾ പാടുമ്പോൾ തോന്നാറുണ്ട്. സംഗീതത്തെ തന്നെ നമുക്ക് ആഴത്തിൽ അപഗ്രഥിച്ച് നമുക്ക് മതിയാവാറില്ല. അപ്പോൾ സാഹിത്യത്തെ കൂടി നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു സമയം പലപ്പോഴും സംഗീതജ്ഞന്മാർക്ക് കിട്ടാറില്ല, അവസ്ഥ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരം അവസരങ്ങളാണ് ഞങ്ങളെ പോലുള്ള കലാകാരികളും കൂടി ആ കൃതികളെ ഒന്ന് ആഴത്തിലൊന്ന് പഠിക്കാനുള്ളൊരവസരം. അതിന് വലിയൊരു നന്ദിയുണ്ട് എനിക്ക്. അപ്പോൾ രാമൻ എന്നുള്ള ഒരു പേര് ശിവുടനോ മാധവുടനോ ഓ ശിവുടനോ മാധവുടനോ ഓ ശിവുടനോ മാധവുടനോ. നീ ശിവനാണോ അതോ മാധവനാണോ, കമലയുടെ പതിയാണോ? ഇത്തരത്തിൽ ത്യാഗരാജസ്വാമികൾ രാമനോട് ചോദിക്കുകയാണ്. പലപ്പോഴും വൈഷ്ണവ ശൈവ സങ്കല്പങ്ങൾ തമ്മിലുള്ളൊരു സംഘട്ടനം അല്ലെങ്കിൽ ആ ഒരു സ്പർദ്ധയൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിലായിരിക്കണം ത്യാഗരാജസ്വാമികളുടെ ഉള്ളിൽ നിന്ന് വന്ന ഒരു രാമനിലൂടെ ഇത് രണ്ടിനെയും എന്താ പറയുക ഒന്നിച്ചാക്കുന്ന ഒരു രാമൻ എന്നുള്ളതിനെ കണക്ട് ചെയ്യുന്നൊരു ഇതായിട്ട് വരുന്ന പോലെ ഈ കീർത്തനം ദേവാമൃതവർഷിണി എന്ന രാഗത്തിലൊരു ചോദിക്കുന്ന രാ എന്നുള്ളത് നാരായണ വൈഷ്ണവ സങ്കല്പത്തിനെയും മാ എന്നുള്ളത് നമശിവായ ശൈവ സങ്കല്പത്തിനെയും കൂട്ടിയോജിപ്പിക്കുന്നു എന്നാണ് ത്യാഗരാജസ്വാമികൾ ഈ ഒരു കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വീണ്ടും പറയട്ടെ, തെലുങ്കാണ് ഭാഷ. പാടി വരുന്ന ഞങ്ങൾക്ക് പോലും മുഴുവൻ അർത്ഥം മനസ്സിലാവാറില്ല എന്നിരിക്കെ ഉയ്യാല ലോകവയ്യ ശ്രീരാമ ഉയ്യാല ലോകവയ്യ ശ്രീരാമ ഉയ്യാല ലോകവയ്യ സയ്യാട്ട പാടലनु സസാർവഭൗമ സയ്യാട്ട പാടലनु സസാർവഭൗമ സയ്യാട്ട പാടലनु സസാർവഭൗമ ഉയ്യാല ലോകവയ്യ കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണാഭാംഗവീക്ഷണം കൊണ്ടും സാരസ്യ വ്യക്തവർണ്ണാലാപ പീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദം ദേഹമാർദ്ദവം കൊണ്ടും. എഴുത്തച്ഛൻ ഇങ്ങനെയാണ് ശ്രീരാമന്റെ ശൈശവത്തെ വർണ്ണിക്കുന്നത്. നേരത്തെ ഞാൻ പാടിയ കീർത്തനം അതെ. കുഞ്ഞി രാമനെ
ഊഞ്ഞാലാട്ടുന്ന ത്യാഗരാജസ്വാമികളാണ്. ഉയ്യാല ലോക ഉയ്യ. ആ ഒരു രാഗത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നീലാംബരി എന്നുള്ള ഒരു രാഗത്തിൻ്റെ ഭംഗിയാണ് അവിടെ. അപ്പം ഇത്തരത്തില് ത്യാഗരാജസ്വാമികളൊക്കെ വളരെ തൻ്റെ മനസ്സിൽ എന്ത് തോന്നുന്നു, എന്ത് വികാരമാണോ അത് അതുപോലെ പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് കീർത്തനങ്ങളിലൂടെ. അതിന് പുറം മോടികളോ ഒന്നുമില്ല. എന്താണ് തൻ്റെ മനസ്സിൽ, തനിക്കിപ്പോൾ രാമനോട് സ്നേഹമാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെയാണ്. അതല്ല, തനിക്കിപ്പോൾ രാമനോട് കടുത്ത ദേഷ്യമാണ് തോന്നണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ത്യാഗരാജസ്വാമികൾ അത് പ്രകടിപ്പിച്ചിരുന്നത്. ഖഗരാജ ആ ഖഗരാജ ആ ഖഗരാജ ആ ഖഗരാജ ആ ഖഗരാജ ധരണി തോ പരിവാരു ലല്ല ആ ഖഗരാജ ധരണി തോ പരിവാരു ലല്ല ഓಗಿ ಬೋಧನ చేసేయు ಬಾರಲುಗಾರೆ ಇದುಲುಂಡು ದೂರ ನೀನಗುಮೋ ಓ ಮೂಗನಲ್ಲೇ ನಾಜಾಗಿ ತಿಳಿಸಿ ನನ್ನು ಬ್ರೋವರದ ಶ್ರೀ ರಘುವರ നീനകുമോ നകുമോ മുഖം. തൻ്റെ സുന്ദര മുഖം ദർശിക്കാൻ കഴിയാത്തതിൽ അതീവ ദുഃഖിതനാണ് ത്യാഗരാജസ്വാമി. ഇപ്പൊ ചോദിക്കുകയാണ് ആ പല്ലവിയിൽ, നകുമോ, ഞാൻ എത്ര ദുഃഖിതനാണെന്ന് അങ്ങേക്ക് അറിയാമോ? താങ്കൾ എന്താണ് എന്നെ കാണാൻ ഇവിടെ വരാത്തത്? താങ്കളുടെ വാഹനമായിട്ടുള്ള ഗരുഡൻ, ഖഗരാജനായിട്ടുള്ള ഗരുഡൻ താങ്കളോട് പറഞ്ഞോ അവിടുന്ന് ഭൂമിയിലേക്ക് വളരെയധികം ദൂരമുണ്ടെന്ന് പറഞ്ഞ് താങ്കളെ അവിടെ തടസ്സപ്പെടുത്തിയോ? അതാണോ താങ്കൾ എൻ്റെ അടുത്തേക്ക് വരാത്തത്? അതല്ലെങ്കിൽ ശത്രുതാ മനോഭാവം എന്തുകൊണ്ടാണ് അങ്ങ് എന്നോട് കാണിക്കുന്നത്? ഇത്തരത്തിലാണ് പരാതികളായിട്ടോ പരിഭവങ്ങളോ കംപ്ലൈൻറ്റ്സ് അവലാദികൾ എല്ലാം ത്യാഗരാജസ്വാമികൾ കീർത്തനത്തിലൂടെ. നമ്മൾ പൊതുവെ കീർത്തനത്തിൻ്റെ ഒരു ആഭേരി രാഗത്തിൻ്റെ പ്രയോഗ സാധ്യതകൾ, ആഭേരി രാഗം പ്രയോഗിക്കുന്ന രീതികൾ, ഇതൊക്കെയാണ് നമ്മളെ മനസ്സിൽ. ഇപ്പം നകുമോ എന്നുള്ള കീർത്തനം ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കീർത്തനമാണ്. എത്ര വലിയ വലിയ ഭംഗിയായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ അവതരിപ്പിച്ചേക്കണേന്നാണ്. ഗരുഡൻ തടഞ്ഞു നിർത്തിയോ എന്നാണ് ത്യാഗരാജസ്വാമികൾ ചോദിക്കണത്. അതുപോലെ ക്ഷീരസാഗര ശയന നനു ചിന്തല ബേട്ടവലേ രാമ ക്ഷീര ശയന. അതേ അർത്ഥം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ഷീരസാഗര ശയന. എന്താണ് താങ്കൾ ഇങ്ങനെ ചിന്താധീനനായിട്ടിരിക്കുന്നത്? ദ്രൗപദിയുടെ മാനം കാക്കാറായപ്പോൾ വേഗം വന്നില്ലേ? വസ്ത്രമില്ലാണ്ട് വന്നപ്പോൾ വേഗം താങ്കൾ വന്നു. ഇനി ഗജേന്ദ്രനെ മോക്ഷം കൊടുക്കാറായപ്പോഴും താങ്കൾ വേഗം വന്നു. അതുപോലെ നാരീമണിക്ക് ദ്രൗപദിക്ക് വസ്ത്രം കൊടുത്തു. അതുപോലെ സീതയെ രക്ഷപ്പെടുത്താൻ സമുദ്രം കടന്ന് താങ്കൾ പോയി രക്ഷപ്പെടുത്തി കൊടുന്നു. ത്യാഗരാജനാൽ അർച്ചിക്കപ്പെടുന്ന അങ്ങ് എന്നെ മാത്രം എന്താണ് കണക്കാക്കാത്തത്? ഇത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ
ദേവഗാന്ധാരിയിൽ പാടാമെന്നോ ആഭേരിയിൽ പാടാമെന്നോ എന്ന് വിചാരിച്ച് പാടി സെറ്റ് ചെയ്യുന്ന ഒന്നും ആവില്ല. അപ്പോൾ വളരെ വലിയ വലിയ തത്വങ്ങൾ പല കീർത്തനങ്ങളിലൂടെയും അദ്ദേഹം നമുക്ക് പകർന്നു തരുന്നുണ്ട്. നമ്മളത് ഒരുപാട് വർഷക്കാലത്തെ പഴക്കമുള്ള ഈ കീർത്തനങ്ങളൊക്കെ നമ്മൾ ഈ പാടി വരുന്നത് പലതും നമ്മൾ അറിയുന്നില്ല. എന്താണ് നമ്മുടെ കയ്യിലുള്ള മൂല്യം, എന്താണ് നമ്മൾ എന്താണ് പാടിക്കൊണ്ടിരിക്കണത് നമുക്കറിയണില്ല. അതാണ് പലപ്പോഴും സംഗീതം സാഹിത്യത്തിന് വേണ്ടിയാണോ, സാഹിത്യം സംഗീതത്തിന് വേണ്ടിയാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നത് കേൾക്കാറുണ്ട്. സംഗീതം പ്രകടിപ്പിക്കാനുള്ളൊരു ടൂള് മാത്രമാണ് സാഹിത്യം എന്ന് കർണാടക സംഗീതം പ്രയോഗിക്കുന്നവർ ചിലർ പറയണ കേൾക്കാറുണ്ട്. സാഹിത്യം എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു പ്ലാറ്റ്ഫോം മാത്രമാണ്. സംഗീതം നമുക്ക് മാക്സിമം കൊടുക്കാനുള്ളൊരു ഉപകരണം മാത്രമാണ് സാഹിത്യം എന്ന രീതിയിൽ പറഞ്ഞേക്കാറുണ്ട്. പക്ഷെ അതിനുള്ള മറുപടിയും ത്യാഗരാജസ്വാമികൾ തന്നെ തന്നിട്ടുണ്ട്. എന്താ? സംഗീതജ്ഞാനമോ ഭക്തി വിന സംഗീതജ്ഞാനമോ. ഭക്തിയില്ലാതെ സംഗീതം വളരെ വിലയില്ലാത്തതാണ് എന്നാണ്. പൊതുവെ ത്യാഗരാജസ്വാമികളുടെ ഒരു കീർത്തനങ്ങൾ നമ്മൾ പറ്റി പറയുമ്പോൾ റാൻഡം സെലക്ഷനേ പറ്റുള്ളൂ. എല്ലാ കൃതികളും ഒന്നിനൊന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ പറയാനായിട്ടുണ്ടാവും. അപ്പോൾ സരസ സാമദാന ഭേദദണ്ഡ ചതുര സരസ സാമദാന ഭേദദണ്ഡ ചതുര സാട്ടി ദൈവമേ ഏനവേ സരസ സാമദാന ഭേദദണ്ഡ ചതുര. സരസസാമ ദാന ഭേദദണ്ഡ ചതുരനായിട്ടുള്ള ശ്രീരാമനെയാണ് ത്യാഗരാജസ്വാമികൾ പരിചയപ്പെടുത്തുന്നത്. ശിക്ഷാരീതികൾ 4 തരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. സാമം, ദാനം, ഭേദം, ദണ്ഡം. സാമാന്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് സാമം. ദാനം കൊടുത്താൽ നേരെയാവോ നോക്കി ഇല്ല. രാവണനെ അങ്ങനെ നേരെയാക്കാൻ നോക്കിയ കുറേ സന്ദർഭങ്ങളുണ്ട്. ഉപദേശിച്ച് നേരെയാക്കാൻ നോക്കി, എന്നാൽ വിഭീഷണിലൂടെ നേരെയാക്കാൻ നോക്കി, നടന്നില്ല. സാമം, ദാനം, ഭേദം രണ്ടുപേരെയും ഭിന്നിപ്പിച്ച് ഈ പറഞ്ഞ ഇത് നടപ്പാക്കാൻ പറ്റുമോ നോക്കി, അതും നടന്നില്ല. അവസാനം ദണ്ഡം, രാവണനെ വധിക്കുകയുണ്ടായത്. അപ്പം 4 രീതിയിലും ചതുരനായിട്ടുള്ള ശ്രീരാമനെയാണ് ആ ഒരു കാപ്പി നാരായണി എന്നാണ് ഞാൻ പൊതുവെ സംഗീതത്തെ ഞാൻ പരിചയപ്പെടുത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല. രാഗവും അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗം ഒന്നും ഞാൻ ഇവിടെ പറയണില്ല. വളരെ ചുരുങ്ങിയ സമയത്തിൽ ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എത്ര പറഞ്ഞെത്തും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള രാമന് സകല ഗ്രഹഫലനീനേ സരസിജാക്ഷ നിഖില രക്ഷകനീനേ വിശ്വവ്യാപകനേ സകല ഗ്രഹഫലനീനേ. എല്ലാ ഗ്രഹങ്ങളും നീയാണ്. രവി ചന്ദ്ര ബുധ നീനെ, രാഹു കേതു നീനെ, കവി ഗുരു ശനിയും മംഗളവും നീയെ. പുരന്ദരദാസർ എങ്ങനെയാണ് രാമനെ പരിചയപ്പെടുത്തുന്നത്? പുരന്ദരദാസർ എന്ന് പറഞ്ഞാൽ സംഗീതം അറിയാത്തവർക്ക് പുരന്ദരദാസർ ഒരു പുതിയ ആളായിരിക്കും. കർണാടക സംഗീതത്തിൻ്റെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് പുരന്ദരദാസരാണ്. കർണാടകത്തിൽ ജീവിച്ചിരുന്ന പുരന്ദരദാസരാണ് കർണാടക സംഗീതം ചിട്ടപ്പെടുത്തി ഒരു സിസ്റ്റമാറ്റിക് രൂപമുണ്ടാക്കിയത് എന്നാണ് പറയാറുള്ളത്. ദിവരാത്രിയും നീയേ, ദിനവും രാത്രിയും നീയാണ്. നവധാന്യവും നീയേ, ഭവരോഗഹര നീയേ ഭേഷജവും. എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കുന്നവനും അതിനുള്ള മരുന്നും നീ തന്നെയാണ്. ഇത്തരത്തിലാണ് രാമനെ അവിടെ സ്തുതിക്കുന്നത്. അന്നമാചാര്യ నిందారరాజు నిద్రించు నిద్రయోనొక్కటే అండనే బండు నిద్ర అతియూనొక్కటే మెండైన బ్రాహ్మణుడు మెట్టు భూమి ఒక్కటే చండాలుడుండేది సరి భూమి ఒక్కటే సరి భూమి ఒక్కటే సరి భూమి ఒక్కటే తందనానాహి తందనానా పురే ತಂದನಾನ ಭಳ ತಂದನಾನ ಭಳ ತಂದನಾನ
ഫല തന്തനാന. അന്നമാചാര്യ ശ്രീ വെങ്കടേശനെ സ്തുതിച്ചുകൊണ്ടുള്ള ഈ കീർത്തനത്തിൽ പറയുകയാണ്, ദിനവും രാത്രിയും നീ തന്നെ, ബ്രാഹ്മണനും ചണ്ടാളനും നീ തന്നെ. അങ്ങനെ എല്ലാം ഒന്നാണ് എന്നുള്ള ഒരു തത്വം എല്ലാ കീർത്തനങ്ങളും എടുത്തു നോക്കിയാലും ഇതൊക്കെ തന്നെയാണ് അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത് പല രീതിയിൽ. അന്നമാചാര്യ ആയാലും അത് ഭാഷ തെലുങ്കായാലും തമിഴായാലും മലയാളമായാലും ഒക്കെ ഈ ഒരു തത്വം അല്ലെങ്കിൽ ഈ ഒരു ആശയം തന്നെയാണ് നമുക്ക് മുന്നിൽ വെച്ച് തരുന്നത്. സേതു മധ്യ ഗന്ധ മാദന പർവത വിഹാരം സദാ പർവത വർധിനിം മനോല്ലാസകരം ഹസ്തമലകഗന്ധമയം ഹാടകമയ ചേലധരം ഹത്യാദി പാപഹരം. എവിടെയാണ് ഹത്യാദി പാപഹരം? എവിടെയാണ് രാമൻ ബ്രഹ്മഹത്യാ പാപത്തിന് പ്രതിവിധി തേടിയത്? എവിടെയാണ്? ഒരു പാപമുണ്ട് രാമന്. രാവണനെ കൊന്ന പാപം തീരാൻ രാമൻ എവിടെയാണ് ശിവനെ പ്രതിഷ്ഠിച്ചത്? രാമേശ്വരത്തെ ശിവനെ രാമചന്ദ്ര പ്രഭു, രാമചന്ദ്രനാൽ പ്രതിഷ്ഠിതമായ ശിവനെയാണ് പറയണത്. കർണാടക സംഗീതത്തിലെ ട്രിനിറ്റി അല്ലെങ്കിൽ ത്രിമൂർത്തികളിലെ മറ്റൊരു വകയകാരനായ മുത്തുസ്വാമി ദീക്ഷിതർ ഇങ്ങനെയാണ് രാമനെ സ്തുതിക്കണത്. രാമനാഥം, രാമന്റെ നാഥൻ എന്നുള്ള അർത്ഥത്തിലും, ഭജേഹം രാമനാഥം ഭജേഹം രാമചന്ദ്ര പൂജിതം. രാമേശ്വരത്ത് പോയിട്ടുള്ളവർക്കറിയാം, അവിടെ രാമചന്ദ്ര പ്രഭുവിനോടൊപ്പം പർവ്വതവർദ്ധിനി ദേവി ഉണ്ട്. പർവ്വതവർത്തിനി എന്നൊക്കെയാണ് അവിടെ പ്രൊനൗൺസ് ചെയ്യുക. സദാ പർവ്വതവർദ്ധിനി മനോല്ലാസകരം എന്നാണ് പറയണേ ദീക്ഷിതർ. പാർവതി ദേവിയെ പർവ്വതവർദ്ധിനിയായിട്ടാണ് അവിടെ പ്രതിഷ്ഠ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയണത്, ഇത്രയും പാപമില്ലാണ്ടാക്കുന്ന രാമേശ്വരത്തെ അല്ലെങ്കിൽ അവിടുത്തെ സേതുബന്ധനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗന്ധമാദന പർവ്വതത്തെക്കുറിച്ച്, പർവ്വതവർദ്ധിനിയോട് ചേർന്നിരിക്കുന്ന ആ ശിവനെ ഒന്ന് മനസ്സാ സ്മരിച്ചാൽ തന്നെ സകല പാപങ്ങളും തീർന്നു പോകും എന്നാണ് ദീക്ഷിതര് പന്തുവരാളിയിലെ ഈ ഒരു കീർത്തനത്തിലൂടെ പറയണത്. അപ്പോൾ ശ്രീരാമൻ എന്നുള്ള സങ്കല്പം ഓരോരുത്തരും ചെയ്ത് കുറച്ചും കൂടി ആഴത്തിലുള്ള പഠനമാണ് ദീക്ഷിതരിലൂടെ നടക്കാറുള്ളത്. പൊതുവെ കീർത്തനങ്ങളിൽ, പൊതുവെ ത്രിമൂർത്തികളുടെ കീർത്തനങ്ങളെ മുന്തിരിപ്പഴമായിട്ട് അല്ലെങ്കിൽ നാളികേരമായിട്ട് കദളിപ്പഴമായിട്ടൊക്കെ കമ്പയർ ചെയ്യാറുണ്ട്. ത്യാഗരാജസ്വാമികളുടെ കീർത്തനം മുന്തിരി പോലെയാണ് എന്നാണ് പറയുക. കാരണം ലളിത മധുരങ്ങളാണ്, വളരെ വലിയ ആശയങ്ങളായും വളരെ ചെറിയ, വളരെ സിമ്പിളായിട്ട് ലാളിത്യമാർന്ന വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്ന ത്യാഗരാജസ്വാമികൾ. അതേ ഇത് തന്നെ നമ്മളിപ്പോൾ പൂന്താനം മേൽപ്പത്തൂരിനെയൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടിയും ആഴത്തിലുള്ള പഠനം നടത്തിയിട്ട് കീർത്തനങ്ങൾ രചിക്കുന്ന ദീക്ഷിതർ നാളികേരം പോലെയാണ് അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ എന്നാണ്. ആഴത്തിൽ പോകും തോറും മാധുര്യം കൂടി വരുന്നതാണ് ദീക്ഷിതരുടെ കീർത്തനങ്ങൾ. ശ്യാമശാസ്ത്രികളുടെ കീർത്തനങ്ങൾ കദളിപ്പഴത്തിനോടാണ് ഉപമിക്കാറ്. കാരണം എന്താ? കദളിപ്പഴം ഒരു പൂജ, അതൊരു ഭക്തിയുടെ ഒരു പര്യായമാണ് കദളിപ്പഴം എന്ന് പറഞ്ഞാൽ. അവിടെ ഭക്തിയാണ് അവിടെ നിൽക്കണം. അപ്പോൾ ഇവരുടെ മൂന്നുപേരുടെയും കീർത്തനങ്ങളെ എങ്ങനെ ഉപമിക്കാറുണ്ട്, അതേ ഒരു ഭംഗി അവരുടെ ആ കീർത്തനം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇന്ദ സൗഖ്യ മനിനെ ജപ
കാപ്പിരാഗമാണ്. എന്നത്തവം ചെയ്തനെയൊക്കെ ആയിരിക്കും പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാപ്പിരാഗത്തിലെ കീർത്തനം. ഇന്ദ സൗഖ്യ. കുറെ പാടി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അർത്ഥം മനസ്സിലാവണ പോലെയാണ് എനിക്ക് തോന്നാറില്ല. ഇന്ദ സൗഖ്യമനിനെ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ഇന്ദ സൗഖ്യമനിനെ എത്ര സുഖാന്നറിയോ? നമ്മൾ പറയില്ലേ എന്ത് എത്ര സുഖം. ശ്രീരാമനെ പറ്റി പാടാൻ എന്ത് സൗഖ്യാന്നറിയോ? മനിനെ ജപ എന്തോ ఎవరికిదేలు సూనో ഇന്ത. വരരാമനാമനെ കണ്ട ചക്കേര എന്നാണ്. എന്ത് പഞ്ചാര മിഠായി തിന്നണ പോലെയാണ് രാമനെ പറ്റി പാടുന്നത് എന്നാണ് അവിടെ വകകാരൻ പറയണം. മല്ലികാദി സുഗന്ധമയ നവമല്ലികാദി സുഗന്ധമയ നവമാലിക അതിശോഭിതകളേന ഉല്ലാസ പരിശീലന ചാമര ഉഭയ പാർശ്വേന കുണ്ടല ഖേലന കല്യാണ രാമ രഘുരാമ രാമ കനക മകുട മരഗത മണിലോല ഹാര ദശരഥ ബാല സീതാ കല്യാണ രാമ രാമ. ഊത്തുക്കാട് വെങ്കട സുബ്ബയ്യർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പൊതുവെ താരതമ്യേന പുതിയതായിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. അദ്ദേഹം ശ്രീരാമൻ്റെ പട്ടാഭിഷേക രംഗമാണ് വർണ്ണിക്കുന്നത്. മുത്തുമാലകൾ അണിഞ്ഞ് മരതകമാലകൾ അണിഞ്ഞ് സീതയോട് സമേതനായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ മല്ലികാദി സുഗന്ധമയ നവമാലിക അതിശോഭിതകളേന, കഴുത്തിലണിഞ്ഞിരിക്കുന്ന മാലകളും മുത്തുമാലകളും മല്ലിക ഗന്ധവും ഒക്കെ ചേർന്ന ഒരു രാമനെയാണ് രാഘവ രാമ രാഘവ രാമ രഘുരാമ രാമ രാഘവ രാമ രഘുരാമ രാമ ജനക ജാരമണ മനോഹര സീത കല്യാണ രാമ രാമ രാമ. പണ്ട് ടാൻസൺ, എല്ലാവർക്കും അറിയായിരിക്കും, ടാൻസൺ എന്നൊരു സംഗീതജ്ഞനുണ്ടായിരുന്നു. ടാൻസൻ്റെ ഗുരുനാഥൻ സ്വാമി ഹരിദാസ്. ഒരിക്കൽ രാജാവ് അക്ബറിൻ്റെ സദസ്സിലെ എന്താ പറയുക വിദ്വൽ സദസ്സിലെ അംഗമായിരുന്നു ടാൻസൺ. നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഒരിക്കൽ സ്വാമി ഹരിദാസ് അക്ബർ രാജാവ് ചോദിക്കുകയാണ്, താങ്കളുടെ ഗുരുനാഥൻ പാടുന്ന പോലെ താങ്കൾക്ക് പാടാൻ പറ്റുമോ, അല്ലെങ്കിൽ അതുപോലെ പാടുമോ ചോദിക്കുകയാണ്. അപ്പോൾ ടാൻസൺ മറുപടി പറയുകയാണ്, ഞാൻ രാജപ്രീതിക്കായിട്ട് പാടുന്നു, എൻ്റെ ഗുരുനാഥൻ ഭഗവത് പ്രീതിക്കായിട്ട് പാടുന്നു. അപ്പോൾ ആ ഔന്നത്യം എങ്ങനെ ഉണ്ടാവാനാണ് എന്നാണ് തിരിച്ച് ടാൻസൺ ചോദിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എനിക്കിപ്പോൾ ഇത് പാടുമ്പോൾ ഓരോ കീർത്തനങ്ങൾ പാടുമ്പോഴും എൻ്റെ ഗുരുനാഥനെ ഞാനിവിടെ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ തന്നെയാണ്, അദ്ദേഹം ഈശ്വരന് വേണ്ടി പാടുന്നുള്ളൊരവസ്ഥയാണ്. അതിൻ്റെ ഒരു അംശം പോലും നമുക്ക് പകർത്തിയെടുക്കാൻ പറ്റില്ല. പലപ്പോഴും പല കീർത്തനങ്ങൾ പാടുമ്പോഴും അദ്ദേഹം കരയുന്നത് കണ്ടിട്ടുണ്ട്. അന്ന് കുട്ടിക്കാലത്ത് എന്തിനാ അത് കരയണമെന്ന് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും കീർത്തനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ
പാടുമ്പോഴാണ് ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന അർത്ഥം അതായിരിക്കാം അദ്ദേഹത്തിൻ്റെ കണ്ണ് അറിയിപ്പിച്ചത് എന്ന് തോന്നാറുണ്ട്. 16,008 കോടി രാമനാമം ജപിച്ചിട്ട് സിദ്ധി വരുത്തിയിട്ടാണ് ത്യാഗരാജസ്വാമികൾ സീതാ സമേതനായിട്ടുള്ള ഹനുമാനോട് ചേർന്നിരിക്കുന്ന ശ്രീരാമനെ സീത കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ പവനജ സ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ. നവവിധ ഭക്തി എന്ന് പറഞ്ഞിട്ട് 9 തരത്തിൽ ഭക്തി ഉണ്ട് എന്നാണ് പറയണത്. അർച്ചനം, ശ്രവണം, സ്മരണം, പാദസേവനം, അങ്ങനെ പോണു. അപ്പൊ ഈ നവവിധ ഭക്തിയും ആചരിക്കുന്ന കഥാപാത്രങ്ങൾ പൊതുവെ രാമായണം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും കഥാപാത്രങ്ങളെ പറ്റിയിട്ടുള്ള കീർത്തനങ്ങളും നമുക്ക് കർണാടക സംഗീതം എന്ന് പറഞ്ഞ ഒരു സാഗരത്തിൽ തപ്പിയ കിട്ടും എന്നാണ് പറയണത്. പൊതുവെ ഹനുമാനെ പറ്റിയും ഒക്കെ വളരെ അപൂർവമായിട്ടേ കൃതികളുള്ളൂ. പ്രണമാമ്യഹം ശ്രീപ്രാണനാഥം നിരന്തരം പ്രണതജനാഭീഷ്ട ഫലപ്രദം ശ്രീരാമസേവാദുരന്തരം പ്രണമാമ്യഹം. കർണാടക സംഗീതത്തിലെ കീർത്തനങ്ങളെ പറ്റി പറഞ്ഞാൽ അത് ഒന്നും എനിക്ക് തോന്നണില്ല. ഇനി ഇവിടുന്ന് വിട്ട് നമ്മൾ നോർത്തിലേക്ക് പിടിക്കുകയാണെങ്കിൽ അവിടെയും ഇതെന്നല്ല അവസ്ഥ, പറഞ്ഞാൽ തീരില്ല. കബീർദാസ്, സൂർദാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ രാമനെ ഭയങ്കര എത്ര ഫിലോസോഫിക്കലായിട്ടാണ് രാമൻ്റെ അപദാനങ്ങളെ വാഴ്ത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീരില്ല. കന്ദർപ്പ അഗണിത അമിത ഛവി നവനീല നീരദ സുന്ദരം പടപീതമാനകും തടിത രുചി ശുചി നൗമി ജനകസുതാവരം ശ്രീരാമചന്ദ്ര കൃപാലോ ഭജമന ഹരണ ഭവ ഭയദാരുണം ശ്രീരാമചന്ദ്ര കൃപാലോ ഭജമന ഹരണ ഭവ ഭയദാരുണം. ദ്രാവിഡ സങ്കല്പം അനുസരിച്ചിട്ട് ശ്രീരാമനും സീതയും ശിവന്റെയും പാർവതിയുടെയും അവതാരമാണ്. അങ്ങനൊരു കഥ വിശ്വാസത്തിലുണ്ട്.